എല്ലാവരും ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റക്കാകുമ്പോൾ എപ്പോഴും പറയാൻ ഉപയോഗിക്കുന്ന ഒരു കാരണം എന്താണെന്നറിയോ? എനിക്ക് ജീവിതത്തിൽ എൻ്റെ പേരൻസ് എനിക്കൊന്നും നേടി തന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്കൊന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിധി ഇങ്ങനെയാണ്, മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കുവാനോ ലക്ഷ്യവയസ്സോടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കടബാധ്യതകളിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. കാരണം മേ ബി എൻ്റെ ജാതകം ശരിയായിരിക്കത്തില്ല. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും മോശമായിട്ട് പഠിച്ച വ്യക്തികൾ, അവർ ഇന്ന് ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുത്തെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ്? ഒന്ന് ചിന്തിച്ചു നോക്കും. അങ്ങനെയാണെങ്കിൽ അവരും ചിന്തിക്കണ്ടേ, അന്ന് ബാക്ക് ബെഞ്ചിലിരുന്നപ്പോൾ പഠിക്കാൻ പുറകോട്ടായപ്പം അവരുടെയും ജീവിതത്തിന്റെ വിധി അവർ പഠിക്കണ്ട. എന്തുകൊണ്ട് അവരിന്ന് നമ്മളെക്കാട്ടിലും മുന്നിലെത്തി, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഇന്ന് അവർ ജീവിക്കുന്നു? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ വിധിയെ പഴിക്കാതെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ പഴിച്ചുകൊണ്ട് നിൽക്കാതെ, അതൊരു ശക്തമായിട്ടൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ആ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സൊല്യൂഷൻസിനെ ജീവിതത്തിൽ വീണ്ടും മുന്നോട്ട് ഇതിനെക്കാട്ടിലും ശക്തമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളെ കണ്ടെത്താനുള്ള ഒരു അവസരമായി ആ പ്രതിസന്ധിയെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയിക്കും. മറ്റൊരാൾ കാരണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം വിജയിക്കാത്തതെന്ന് ചിന്തിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ പരാജയത്തിൻ്റെ പടി നിങ്ങൾ അവിടെയാണ് ചവിട്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ചിന്തകളല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം? നമ്മുടെ കാഴ്ചപ്പാടുകളല്ലേ ആണെന്ന് തോന്നുന്നെങ്കിൽ ഈ നിമിഷം തിരുത്താൻ തയ്യാറാകും. താങ്ക് യു സോ മച്ച്.